ഈ കായം എന്നൊരു പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തതിൻ്റെ റീസൺ എന്താണ്? കാരണം എല്ലാവരും വേറെ വേറെ പ്രൊഡക്ട്സ് ആണ് സെലക്ട് ചെയ്യാറ്. കായം ഞാൻ ആദ്യമായിട്ടാണ് കായം വെച്ച് ഇത്രയും വലിയൊരു ബിസിനസ് അറിയുന്നത്. അപ്പോൾ എന്താണ് കായം സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ? 2019 3 വീസ് എന്നുള്ള ഈ ഒരു സംരംഭം ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ള ഭയങ്കര താല്പര്യം കാരണം തന്നെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അപ്പം പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തിരുന്നു. ഞാനും എൻ്റെ അനിയത്തിമാരും എല്ലാവരും കൂടെ ഇരുന്നിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഞങ്ങളിങ്ങനെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കണ്ടു, കായത്തിൻ്റെ കുറിച്ചും കായത്തിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചും അതിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡിയൊക്കെ കണ്ടു. അപ്പോൾ അത് നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് അന്നേ തോന്നിയിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഞങ്ങൾ പഠിച്ചു, എങ്ങനെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മുടെ സാമ്പാർ, രസം, അച്ചാർ അങ്ങനെയുള്ള പ്രൊഡക്ട്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കായം എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിലാണ് അധികം കൺസ്യൂമേഴ്സ് എങ്കിലും പുറത്തു നിന്ന് ആണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. കേരളത്തിന് പുറത്താണ് കൂടുതൽ മാനുഫാക്ചറിങ് നടക്കുന്നത്. അപ്പോൾ കേരളത്തിന് അതിനൊരു സ്കോപ്പ് ഉണ്ട്, മാർക്കറ്റിംഗ് സ്കോപ്പ് ഉണ്ട്, നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റിനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് കണ്ടിട്ടാണ് കായം എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ 3 വീസ് എന്നൊരു പേര് നമ്മൾ പ്രേക്ഷകർക്ക് അറിയണ്ടാവില്ല. 3 വീസ് എന്ന പേരിന് പുറകിലുള്ള ഒരു സംഭവം അതൊന്ന് പറഞ്ഞു കൊടുക്കും. 3 വീസ് എന്ന് പറയുന്നത് 3 വി സിസ്റ്റേഴ്സാണ്, വർഷ, വിസ്മയ, വൃന്ദ. അതിലെ വി. അതെ, എനിക്ക് 2 അനിയത്തിമാരാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. അച്ഛനും അമ്മയും ഫുൾ സപ്പോർട്ടായിട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബ്രാൻഡിന് പേര് 3 വീസ്. 3 വീസ്. വേറെ പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല, വേറെ പേരൊന്നും? ഇല്ല, ഞങ്ങളുടെ ഒരു എഫേർട്ടിന്റെ ഭാഗമായി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 3 വീസ് എന്നുള്ള പേര് തന്നെ ഇരിക്കട്ടെ എന്ന് എല്ലാവരും കൂടെ സെലക്ട് ചെയ്തതാണ്. അതെന്തായാലും അടിപൊളിയായി. നിങ്ങൾ കൊറോണ കാലത്താണല്ലോ ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് മുൻപ് ഉണ്ടാക്കി പരിചയമൊന്നുമില്ല, ആദ്യമായിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ ആ ഒരു ടൈമിൽ? ഞങ്ങൾ തുടങ്ങിയത് ആക്ച്വലി കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആണ്. ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ ഇങ്ങനെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് മാർക്കറ്റിംഗ് ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പുതിയ ഒരു സംഭവം വരുന്നത്, കോവിഡ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഞങ്ങൾക്കൊരു ഷോക്കായിരുന്നു. കാരണം ഞങ്ങൾ പതുക്കെ ഇത് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിംഗ് തുടങ്ങുമായിരുന്നു. ആ ഒരു സമയത്ത് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഷോപ്സും എല്ലാം അടച്ചു പൂട്ടി, എല്ലാം ഒരു സ്റ്റോപ്പായൊരു ഇതായിരുന്നു. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്കും ഷോക്കായിരുന്നു. എന്താ ഇനി ചെയ്യാം, നമ്മൾ ഇത്രയും ആഗ്രഹിച്ചൊരു സംഭവം തുടങ്ങിയതാണ്. പ്രൊഡക്ഷൻ, അതിന് വേണ്ടിയൊക്കെ കുറച്ച് ചിലവുകളും കാര്യങ്ങളും നമ്മുടെ എഫേർട്ടും ട്രെയിനിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളിന് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു ഇത് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ നിന്ന് പോയപ്പം ആക്ച്വലി ഫസ്റ്റത്തെ ഒരാഴ്ച ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞങ്ങളും ഷോക്കായി, ഷോപ്പൊക്കെ മാനുഫാക്ചറിങ് ഒക്കെ ഞങ്ങളും അടച്ചു പൂട്ടി വീട്ടിലിരുന്നു. പക്ഷെ ആക്ച്വലി അവിടെ നിന്ന് പൊങ്ങി വരാൻ കാരണം ഞങ്ങളുടെ അച്ഛനായിരുന്നു. കാരണം അച്ഛൻ സപ്പോർട്ടീവായിരുന്നു. അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, പക്ഷേ നമുക്ക് എന്തായാലും നമ്മുടേതായ രീതിയിൽ നോക്കാം എന്നുള്ള ഇതായിരുന്നു. ആക്ച്വലി ആ ഒരു സമയത്ത് ഫുഡ് പ്രോഡക്റ്റിനൊക്കെ പുറത്ത് പോകുന്നതിനും നമ്മൾ ആക്ച്വലി വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് പുറത്ത് പോകുന്നതിനും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും അച്ഛനും കൂടെ ഇറങ്ങും മാർക്കറ്റിങ്ങിന്. ഞങ്ങൾ കാറിൽ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ അത്യാവശ്യ സാധനങ്ങൾ തുറക്കുന്ന കടകളിൽ പോവും. എന്നിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണ് എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള പ്രൊഡക്ട്സ് ഒക്കെ വരാണ്ടായി. അപ്പം നമ്മുടെ കടകളിലുള്ള ആളുകളായാലും ഒക്കെ ഇവിടെയുള്ള ബ്രാൻഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ ഉണ്ടാക്കുന്നതാണ്, ഞങ്ങളെടുത്ത് വെച്ച് നോക്കാം എന്നുള്ള രീതിയിൽ സപ്പോർട്ടീവായിട്ട് മുന്നോട്ട് വന്നു. ആ ഒരു സമയം ആക്ച്വലി ഞങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ടൈമായിരുന്നു കോവിഡ് ടൈം. ഓക്കെ, നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ടും പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ടല്ലേ? അപ്പോൾ മാർക്കറ്റിലാണോ കൂടുതൽ, ഓൺലൈനിലാണോ ഈ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുതൽ? ഏതിനാ? ഞങ്ങൾക്കിപ്പം ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓൺലൈനായിട്ടും അത്യാവശ്യം സെയിൽ വരുന്നുണ്ട്. പക്ഷെ അവിടെ പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാൻസും കാര്യങ്ങളൊക്കെ വേണം, എങ്കിൽ മാത്രമേ ഓൺലൈനായിട്ടുള്ള അവിടെ ഒരു പ്രോപ്പറായിട്ട് ഇതാവുള്ളൂ. നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓൺലൈനായിട്ടും പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മളുടെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ വർഷം ഇപ്പോൾ വീട്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ലൈസൻസ് ആവശ്യമുണ്ടോ? അതൊരു മെയിൻ തിങ് ആണല്ലോ. നമ്മളിപ്പോൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാണെങ്കിലും ലൈസൻസ് വേണം. അപ്പോൾ ഈ ഒരു സംരംഭത്തിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ജസ്റ്റ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. ഫുഡ് റിലേറ്റഡ് ബിസിനസ് ആകുമ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് വേണം, പാക്കിങ്ങിൻ്റെ ലൈസൻസ് വേണം. അതുപോലെ ആവശ്യം ആയിട്ടുള്ള ലൈസൻസൊക്കെ നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്നു. അതുപോലെ GST രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുനിസിപ്പാലിറ്റി ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെക്കേണ്ട
പ്രോപ്പറായിട്ട് എല്ലാ ലൈസൻസുകളും കാര്യങ്ങളും നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും എടുത്ത് മസ്റ്റ് വെക്കേണ്ടതാണ്. ആണ്. അതെ. ഓക്കെ, ഇന്നിപ്പോ 3V's ബ്രാൻഡിന്റെ കീഴിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ടല്ലേ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ചേച്ചിമാരെയൊക്കെ കണ്ടു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയി. അപ്പോൾ എത്ര പേര് ഇന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പം നമുക്ക് ഏകദേശം 20ഓളം സ്റ്റാഫ് ഇവിടെ 3V'സിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ തുടങ്ങിയത് ഒരു 1 മാൻ ഷോ പോലെ, ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമാണ്. ഞങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്യും, ഞങ്ങൾ തന്നെ മാർക്കറ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പതുക്കെ മാർക്കറ്റിംഗ് ഒക്കെ നല്ലതായി പോകാൻ തുടങ്ങിയപ്പം പതുക്കെ നമ്മൾ സ്റ്റാഫുകളൊക്കെ എടുക്കാൻ തുടങ്ങി. ഞങ്ങളുടെ പ്രൊഡക്ഷനിലെല്ലാം ഇവിടെ നിയർ ബൈ ആയിട്ടുള്ള ചേച്ചിമാരാണ് വരുന്നത്, പ്രൊഡക്ഷൻ ഏരിയയിലെല്ലാം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഫീൽഡിൽ പോകാനും അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാഫ് ഉണ്ട്. സ്ത്രീ പ്രാതിനിധ്യം കൂടുതലാണ്. അതെ, ലേഡീസിനെയാണ് നമ്മൾ മെയിൻലി പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത്. അവർക്ക് നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അവർക്കും കൂടെ ഗ്രോ ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഏൺ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ലേഡീസിനെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മളിത് ആദ്യം ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, ഈ കായ ഉണ്ടാക്കൽ. പിന്നെയാണ് മെഷീനറീസിലേക്ക് മാറുന്നത്. അപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് കായം. ആദ്യം ഈ ഒരു കട്ട പോലെയാണ്, പിന്നെയല്ലേ പൗഡറിലേക്ക് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ എന്തായാലും. ക്വാണ്ടിറ്റി വൈസ് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാക്സിമം പോയാലൊരു 1 കിലോ 2 കിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 50 കിലോ അറ്റ് എ ടൈം ഉണ്ടാക്കാം. പക്ഷേ ഇനീഷ്യലി അത്ര ഒരു ക്വാണ്ടിറ്റിയുടെ ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം മാനുവലി തന്നെയായിരുന്നു എല്ലാം. ഇപ്പം മെഷീനറി ഉപയോഗിച്ചിട്ടാണ് പൗഡറിങ്ങും അങ്ങനെ കട്ട ഉണ്ടാക്കുന്നതും മിക്സ് ചെയ്യുന്നതും എല്ലാം മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. അസഫോയിറ്റഡ് ആണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതൊക്കെ എവിടെ നിന്നാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്? കായം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ചെടിയുടെ കറയാണ്. ഒരു പേസ്റ്റ് ഫോമിലാണ് നമുക്ക് അതിൻ്റെ റൂട്ട്സിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റെമ്മിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പേസ്റ്റ് ഫോമിലുള്ള സംഭവമാണ്. അത് ഭയങ്കര പഞ്ചൻ്റാണ് ആക്ച്വലി. ആ കറ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഫുഡ് പ്രോഡക്ട്സിൽ. അപ്പം നമ്മളിവിടെ അത് കോമ്പൗണ്ടഡ് കൂട്ടുപെരുങ്കായം എന്നുള്ള രീതിയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. വേറെ കുറച്ച് പ്രൊഡക്ട്സും കൂടെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കായമായിട്ട് കിട്ടുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ 3V's ഇത്രയും വലിയ ബ്രാൻഡായി, അപ്പോൾ 3V'സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായും. കാരണം ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷനൊക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു ഇതിൽ തന്നെയാണ്. കേരളത്തിൻ്റെ തന്നെ കുറച്ച് ഭാഗത്തെ 3V's ഇതുവരെയായിട്ട് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഏരിയയിലൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പം 3V'സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നിലവിൽ എത്ര ജില്ലയിൽ 3V's ബ്രാൻഡ്? എറണാകുളം ടു ട്രിവാൻഡ്രം ഏരിയയിലാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു ഏരിയയിലാണ് നമ്മളുടെ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. മലബാർ ഏരിയയിലും നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു എൻഡിലേക്കൊക്കെ നമ്മൾ പ്രോപ്പറായി എത്തുന്നേ ഉള്ളൂ. ഇതിനൊരു സീസൺ ടൈം ഉണ്ടോ? നമുക്കറിയില്ല, ഈ കറി പൗഡർ ആയതുകൊണ്ട് തന്നെ ഇതിന് സീസൺ ടൈം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കായത്തിന് ആക്ച്വലി ഉണ്ട്. നമുക്കിപ്പം ഫെസ്റ്റിവൽ സീസണിലൊക്കെ ഓർഡേഴ്സ് കൂടുതലാണ്. ഓണം, വിഷു ആ ഒരു സീസണൊക്കെ വരുമ്പം കായത്തിന് നല്ലപോലെ ഓർഡേഴ്സ് വരുന്നൊരു പീക്ക് ടൈമാണ്.